Hi guys, welcome back to Wings Academy's class. നമ്മൾ ഇന്ന് +1 കമ്പ്യൂട്ടർ സയൻസിലെ തേർഡ് ചാപ്റ്റർ ആയ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ആ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം ഒന്നും കളയണ്ട, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് യു മീൻ ബൈ ഡാറ്റ പ്രോസസ്സിംഗ്? എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ്? നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ട്. ആ ഡാറ്റയിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അതിനൊരു ഇൻഫോർമേഷൻ ആക്കി മാറ്റും. അതിനാണ് എന്ന് പറയാ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, the process of converting data into information. ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്തു? ഇൻഫോർമേഷൻ ആക്കി മാറ്റി. അതിന് നമ്മൾ എന്ന് പറയും ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്ക്രൈബ് വേരിയസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഈ നമ്മളിപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, ആ ആക്ടിവിറ്റീസ് ഒക്കെ എന്താന്ന് നോക്കില്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഡാറ്റേനെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് ഓഫ് ഡാറ്റ. നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റേനെ ഇൻപുട്ട് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റേനെ എന്താക്കും? ഇൻഫോർമേഷൻ ആക്കും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പ്രോസസ്സിംഗ് ചെയ്യും. ഇങ്ങനെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡാറ്റേനൊക്കെ സ്റ്റോർ ചെയ്യണം. നമ്മളെ സിസ്റ്റത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോർ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഡാറ്റയെ ഇൻഫോർമേഷൻ ആക്കി മാറ്റി കഴിഞ്ഞല്ലേ. അപ്പൊ നമുക്ക് ഡാറ്റ എന്തായി മാറി? ഇൻഫോർമേഷൻ ആയി മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് ഓഫ് ഇൻഫോർമേഷൻ. ഡാറ്റ മാറിയപ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഔട്ട്പുട്ട് ഓഫ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻഫോർമേഷനെ പബ്ലിക്കിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. അപ്പൊ ഡാറ്റ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയെ നമ്മൾ എന്താക്കി? ഇൻഫോർമേഷൻ ആക്കി മാറ്റി. ഇതിന് വന്ന സ്റ്റെപ്സ് ആണ് ഇതിന്റെ വേരിയസ് സ്റ്റെപ്സിൽ പറയണത്. ഓക്കെ, നെക്സ്റ്റ് ടാൻജിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. നമുക്ക് കാണാൻ പറ്റുന്നതും തൊടാൻ പറ്റുന്നതായ പാർട്സ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് കാണാനും തൊടാനും പറ്റിയ പാർട്സ് നമുക്ക് എന്ത് പറയാം? ഹാർഡ്വെയർ എന്ന് പറയാം. പിന്നെന്താണ്? റൈറ്റ് ദ നെയിംസ് ഓഫ് എനി ഫോർ CPU രജിസ്റ്റേഴ്സ്. CPUന്റെ ഉള്ളിലകത്ത് ടെമ്പററി സ്റ്റോറേജ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ എന്ന് പറയും? രജിസ്റ്റേഴ്സ് എന്ന് പറയും. ആ രജിസ്റ്റർ തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് കണ്ടിട്ട്. ആദ്യത്തേണ് അക്യുമുലേറ്റർ. എന്താണ്? അക്യുമുലേറ്റർ. സെക്കൻഡാമത്തെയോ മെമ്മറി ബഫർ രജിസ്റ്റർ. മെമ്മറി ബഫർ രജിസ്റ്റർ. പിന്നെന്താ? പ്രോഗ്രാം കൗണ്ടർ. നമ്മൾ അതിനെ PC എന്നാണ് പറയാം. പിന്നെന്താ പറയണത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാ? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ. നെക്സ്റ്റ് നോക്കാം, സ്മോൾ ആൻഡ് ഫാസ്റ്റസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് റാം. നമ്മളെ കമ്പ്യൂട്ടറിൽ പ്രോസസർ എന്ന് വെച്ചാൽ എന്താ? നമ്മളെ CPU ഉണ്ട്. നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി റാമും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ടുള്ള സ്മോളുമാണ് എന്നാൽ ഫാസ്റ്റുമായിട്ടുള്ള രജിസ്റ്റർ ആരാണ്? സ്റ്റോറേജ് ഏരിയ ആരാണ്? ക്യാഷ് മെമ്മറി. നമ്മൾ ക്യാഷ് ക്ലിയർ ചെയ്യാതെ കേട്ടിട്ടില്ലേ? ക്യാഷ് എന്താ? ഫ്രീക്വന്റ്ലി ആക്സസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? ക്യാഷിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അതെവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്? റാമിന്റെയും പ്രോസസറിന്റെയും നടുക്ക്. അവനെന്താണ്? ഫാസ്റ്റ് ആണ്. പക്ഷെ എന്താണ്? സ്റ്റോറേജ് അത്ര കൂടുതലൊന്നുമില്ല, സ്പേസ് കുറവാണ്. പക്ഷെ എന്താണ്? പുള്ളി ഫാസ്റ്റ് ആണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ റാം ആൻഡ് പ്രോസസർ. സ്മോളുമാണ് ഫാസ്റ്റുമാണ്. എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്? റാമിന്റെയും പ്രോസസറിന്റെയും നടുക്ക്. ആരാണത്? ക്യാഷ് മെമ്മറി. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ ദ കമ്പ്യൂട്ടർ. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ റാം ആൻഡ് പ്രോസസർ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ക്യാഷ് മെമ്മറി എന്ന് പറയാം. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഫാസ്റ്റസ്റ്റ് മെമ്മറി. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഏറ്റവും ഫാസ്റ്റ് ആയത് ആരാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയുള്ള ആളാണ് ആര്? നമ്മളെ രജിസ്റ്റേഴ്സ്. പക്ഷെ അതിലെന്താ? സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കുറവാണ്. പക്ഷെ പുള്ളി ഭയങ്കര ഫാസ്റ്റ് ആണ്. ആരാണത്? രജിസ്റ്റർ. ഇനി നെക്സ്റ്റ് എന്താണ്? കാറ്റഗറൈസ് ദ സോഫ്റ്റ്വെയർ ഗിവൺ ബിലോ ഇൻടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ, പാക്കേജ് ആൻഡ് യൂട്ടിലിറ്റി പ്രോഗ്രാം. നമുക്കിവിടെ കുറേ ആൾക്കാരെ തന്നിട്ടുണ്ട്. അവരെ നമുക്ക് എന്തേക്ക് മാറ്റണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് നോക്കണം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഏതാണെന്ന് നോക്കണം, യൂട്ടിലിറ്റി പ്രോഗ്രാം ഏതാണെന്ന് നോക്കണം. കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറയൂലേ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വിൻഡോസ് ആണ്, ലിനക്സ് ആണെന്നൊക്കെ പറയൂലേ, അതിനാണ് എന്ത് പറയാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. ഇവിടെ ആരൊക്കെ ഉണ്ട്? ലിനക്സും തന്നിട്ടുണ്ട്, വിൻഡോസ് തന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. പിന്നെന്താണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാം. നമ്മുടെ സിസ്റ്റത്തിലോട്ട് നമ്മൾ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ എന്ത് പറയാ? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. അതിന് ഇവിടെ എക്സാമ്പിൾ എന്താ കൊടുക്കണം? ഓപ്പൺ ഓഫീസ് റൈറ്ററും ഉണ്ട്, പിന്നെന്താ? ഓപ്പൺ ഓഫീസ് കാൽക്കും ഉണ്ട്. വേറെ ഒന്നുമില്ല. അപ്പോൾ ബാക്കിയൊക്കെ എന്തായിരിക്കുന്നത്? യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആയിക്കോളൂ. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത് ഓൾറെഡി ഉണ്ടാവും. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആപ്ലിക്കേഷൻസോ അത് നമ്മളെ
ഓൺ പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് ആ ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, റാമും റോമും. റാം എന്ന് പറഞ്ഞാൽ എന്താ? റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. അതിനാണ് നമ്മൾ എന്ത് പറയാ? റാം എന്ന് പറയാം. റോം എന്ന് പറഞ്ഞാലോ റീഡ് ഓൺലി മെമ്മറി. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയും റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയും. റാമിൽ എന്താ? റാം ഇറ്റ് ഈസ് എ ഫാസ്റ്റർ ദാൻ റോം. റോമിനെക്കാട്ടിലും ഫാസ്റ്റ് ആണ് ആര്? റാം. പക്ഷെ റോം ആണെങ്കിലോ ഇറ്റ് ഈസ് എ സ്ലോവർ മെമ്മറി. റാം എന്താണ്? ഫാസ്റ്റ് ആണ്. പക്ഷെ റോം ആണെങ്കിലോ സ്ലോവർ മെമ്മറി ആണ്. ഇറ്റ് അലോസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ആര്? റാം എന്ത് ചെയ്യും? റീഡും ചെയ്യും റൈറ്റും ചെയ്യും. പക്ഷെ റോമിന്റെ പേരെന്നെന്താ? റീഡ് ഓൺലി മെമ്മറി. അതെന്താ? റീഡ് മാത്രമേ ചെയ്യുള്ളൂ, റീഡ് ഓൺലി മെമ്മറി. പക്ഷെ നമ്മൾ റാം ആണെങ്കിലോ ഇറ്റ് അലോസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. പക്ഷെ റോം ആണെങ്കിലോ ഇറ്റ് അലോസ് റീഡിങ് ഓൺലി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? റാം എന്താ? വോളറ്റൈൽ ആണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊന്ന് നമ്മുടെ സിസ്റ്റത്തിനെ റീബൂട്ട് ചെയ്തെടുത്തെന്ന് വിചാരിക്കും. നമ്മൾ ഈ റാമിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സിസ്റ്റത്തിൽ ഒന്ന് റീബൂട്ട് ചെയ്തെടുത്ത് ആ സ്റ്റോർ ചെയ്ത് മൊത്തം പോകും. അതിനാണ് എന്ത് പറയാ? വോളറ്റൈൽ ആണെന്ന് പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി പഠിക്കാനൊക്കെ പറയുമ്പോൾ വേഗം പഠിച്ചു തീർക്കും. പക്ഷെ എന്താണ്? ഒന്ന് ഉറങ്ങിയിരിക്കുമ്പോൾ പഠിച്ചത് മൊത്തം മറന്നുപോയി. അതാണ് ആര്? റാം. അവന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചതെല്ലാം എന്താ? ഒന്ന് റീബൂട്ട് ചെയ്താൽ മൊത്തത്തിൽ അങ്ങോട്ട് പോകും. പക്ഷെ നമ്മൾ റോം ആണെങ്കിലോ നോൺ വോളറ്റൈൽ ആണ്. അതെന്താ? പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. റാം എന്താ? ടെമ്പററി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. പക്ഷെ നമ്മൾ റോം ആണെങ്കിലോ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ എന്താ? നോൺ വോളറ്റൈൽ ആണ്. അതിൽ സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാവും. അതിനാണ് എന്ത് പറയാ? നോൺ വോളറ്റൈൽ എന്ന് പറയാം. തെറ്റല്ലേ? ഇ-വേസ്റ്റ്. ഇ-വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കൊരു വാച്ച് ഉണ്ട്, ആ വാച്ച് ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇ-വേസ്റ്റ് എന്ന് പറയാം. നിങ്ങളുടെ വീട്ടിലൊരു ടി വി ഉണ്ട്, ആ ടി വി ചീത്തയായി നമുക്ക് എന്ത് പറയാം? ഇ-വേസ്റ്റ് എന്ന് പറയാം. എന്ത് ഇലക്ട്രോണിക് പ്രൊഡക്ട്സും ആയിക്കോട്ടെ, അത് ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഇ-വേസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇ-വേസ്റ്റ് റെഫേഴ്സ് ടു അൺവാണ്ടഡ് ഓർ നോൺ വർക്കിംഗ് ഇലക്ട്രോണിക് പ്രൊഡക്ട്സ്. അവരെന്ത് പറയാം? നമുക്ക് ഇ-വേസ്റ്റ് എന്ന് പറയാം. ദേ കോസ് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് പൊല്യൂഷൻസ്. അവർ നമ്മൾ കൂട്ടിയിട്ട് നമുക്ക് പൊല്യൂഷൻസും ഹെൽത്ത് പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താണ്? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് എനി ടു ഇ-വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. ഈ ഇ-വേസ്റ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യാന്നുള്ള മെത്തേഡ്സ് ആണ് ഇനി പറയാൻ പോണത്. ആദ്യം എന്താണ്? റീയൂസ്. ഇറ്റ് റെഫേഴ്സ് ടു സെക്കൻഡ് ഹാൻഡ് യൂസ് ഓർ യൂസ് ആഫ്റ്റർ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ. എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ഒരു സാധനം ചീത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് യൂസ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് പറയാം? റീയൂസ് എന്ന് പറയാം. പിന്നെന്താണ്? ഇൻസിനറേഷൻ. നമ്മൾ ഇ-വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് അത് അധികം പ്രൊമോട്ട് ചെയ്യാറില്ല, എന്നാലും പറയാം. ഈ കുറെ ഇ-വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ട് നമ്മൾ അതിനെ കത്തിക്കും, കൺട്രോൾഡ് കമ്പഷൻ ചെയ്യും. അതിനെന്താ പറയാ? ഇൻസിനറേഷൻ. ഇറ്റ് ഈസ് എ കൺട്രോൾഡ് ആൻഡ് കംപ്ലീറ്റ് കമ്പഷൻ പ്രോസസ് in which e-waste materials are burned in specially designed incineration at a high temperature. എന്താ അത്? നമ്മൾ ഇ-വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് കത്തിക്കാം. അതിന് നമ്മൾ എന്ത് പറയും? ഇൻസിനറേഷൻ. രണ്ട് വഴികളും കൂടി ഉണ്ട്. ഒരെണ്ണം ലാൻഡ് ഫില്ലിംഗ്, അതും അധികം പ്രൊമോട്ട് ചെയ്യാല്ലേ. ഇ-വേസ്റ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ലാൻഡിൽ ഫില്ല് ചെയ്ത് കുഴിച്ചിടും. അതിന് നമ്മൾ എന്ത് പറയും? ലാൻഡ് ഫില്ലിംഗ്. പിന്നെന്താണ്? റീസൈക്കിൾ. ഒരു പഴയ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും? റീസൈക്കിൾ ചെയ്യും. അതിന് നമുക്ക് എന്തെന്ന് പറയാം? റീസൈക്ലിംഗ് എന്ന് പറയാം. ഓക്കെ, രണ്ട് പ്രോസസ്സും കൂടി ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, write the following memories in descending order of their speed, fastest to slowest. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി തൊട്ട് സ്ലോ ആയിട്ടുള്ള മെമ്മറി വരെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ കുറച്ച് മെമ്മറി യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ക്യാഷ് മെമ്മറി, റാം, ഹാർഡ് ഡിസ്ക്, രജിസ്റ്റേഴ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ള ആളെ ആദ്യം എഴുതണം. അങ്ങനെയാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഏറ്റവും ഫാസ്റ്റ് ആരാണ്? രജിസ്റ്റർ. രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ കുറവാണ്, പക്ഷെ എന്താണ്? പുള്ളിക്ക് ഭയങ്കര ഫാസ്റ്റ് ആണ്. ആര്? രജിസ്റ്റർ. പിന്നെ ആരാണ്? ക്യാഷ് മെമ്മറി. ക്യാഷിൽ എന്താണ്? രജിസ്റ്ററിനെക്കാട്ടിലും പുള്ളിയുടെ കയ്യിൽ സ്പേസ് ഉണ്ട്, പക്ഷെ രജിസ്റ്ററിനെക്കാട്ടിലും കുറച്ച് സ്ലോ ആണ്. അപ്പൊ നെക്സ്റ്റ് ആര് വരും? ക്യാഷ് വരും. പിന്നെന്താ പറയണത്? റാം. റാമിൽ എന്താണ്? സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ്? പുള്ളി സ്ലോ ആയല്ലേ. അപ്പൊ മൂന്നാമത്തെ പൊസിഷനിൽ വരും. ഏറ്റവും ഫാസ്റ്റ് ആരാണ്? രജിസ്റ്റർ. പിന്നെ ആര് വരും? ക്യാഷ് മെമ്മറി. പിന്നെ റാം വരും. റാമിനകത്ത് സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഒക്കെ ഉണ്ട്, പക്ഷെ പുള്ളി എന്താണ്? സ്ലോ ആണ്. പിന്നെ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഉള്ളത്. അതൊരു വലിയ ആളാണ്. വലിയ ആൾക്കാരെ നമുക്ക് പൊക്കിക്കൊണ്ടുപോകാൻ ഭയങ്കര പാടല്ലേ. സോ പുള്ളി എന്താണ്? ഭയങ്കര സ്ലോ ആണ്. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആരാണ്? രജിസ്റ്റർ, സ്പേസ് കുറവാണ്. ക്യാഷ് മെമ്മറിയിലോ രജിസ്റ്ററിനെക്കാട്ടിലും ഫാസ്റ്റ് ആണ്, പക്ഷെ എന്താണ്? സ്പേസ് കൂടുതലുണ്ട്. റാം ആണെങ്കിലോ റാമിൽ സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്, സോ എന്താണ്? സ്ലോ ആയി.
പിന്നെ ആരാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൽ കുറേ സ്ഥലമുണ്ട്. കുറേ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പൊക്കിക്കൊണ്ടുപോകാൻ പറ്റൂല. സോ എന്താണ് ഭയങ്കര സ്ലോ ആണ്. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് രജിസ്റ്റർ, പിന്നെ ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ എപ്പോഴും. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ എന്ത് കാര്യം ആദ്യം ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യണം? ഇൻപുട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. സോ എന്താണ് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് ചെയ്തു. ഈ ഇൻപുട്ട് ചെയ്യണം എന്തിൽക്കാണ്? CPU-ന്റെ അകത്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻപുട്ട് ചെയ്യാം. CPU എന്താ? ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് എന്ത് പറയാം? CPU എന്ന് പറയാം. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇതിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ഈ CPU-ന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. നമുക്ക് അരിതമെറ്റിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ലോജിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ചാപ്റ്ററിൽ ലോജിക് കാൽക്കുലേഷൻസ് ചെയ്തില്ലേ? അതേപോലെ തന്നെയാണ് എന്ത്? അരിതമെറ്റിക് കാൽക്കുലേഷൻസ്. 5+4, 5-4 അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? അരിതമെറ്റിക് കാൽക്കുലേഷൻ എന്ന് പറയാം. അതൊക്കെ ആരാ ചെയ്യാ? CPU ആണ് ചെയ്യാ. പിന്നെ നെക്സ്റ്റ് എന്താ? കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്താ? നമ്മൾ ഫുൾ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യണ ആരാണ് ആള്? കൺട്രോൾ യൂണിറ്റ്. നമ്മളെ കമ്പ്യൂട്ടറിൽ കുറെ വർക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണ്ടേ? എന്ത് കാര്യത്തിലും കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണ്ടേ? അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? കൺട്രോൾ യൂണിറ്റ്. പിന്നെന്താ? മെമ്മറി യൂണിറ്റ്. ഈ മെമ്മറി യൂണിറ്റിലാണ് നമ്മളെ രജിസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. രജിസ്റ്റേഴ്സ്, റാം, എക്സെട്ര. പിന്നെന്താണ്? ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇൻപുട്ട് ഒക്കെ കൊടുത്ത് വൈകിട്ട് വർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് എന്ത് വേണം? ഔട്ട്പുട്ട് വേണം. അവിടെ ആരാ ഉള്ളത്? ഔട്ട്പുട്ട് യൂണിറ്റ്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ എന്തിൽ കൂടെ ആയിക്കോളൂ? മോണിറ്ററിൽ കൂടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂലേ? നമ്മളൊരു കാര്യം ചെയ്ത് നമുക്ക് എന്താ അതിന്റെ ഔട്ട്പുട്ട് എവിടെ കാണാൻ പറ്റുക? മോണിറ്ററിൽ. പിന്നെന്താ? നമുക്ക് പ്രിന്റ് ചെയ്ത ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ എന്താ എക്സാമ്പിൾസ് നോക്കിയേ? മോണിറ്ററും പ്രിന്ററും. ഇൻപുട്ടിനോ നമ്മൾ എന്ത് കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക? എന്തിൽ കൂടെ ആയിക്കോളൂ? കീബോർഡിൽ കൂടെ അല്ലേ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇൻപുട്ട് യൂണിറ്റിന്റെ എക്സാമ്പിൾ എന്താണ്? കീബോർഡ് അല്ലെങ്കിൽ മൗസ്. ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ വരുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ. കമ്പൈലർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കമ്പൈലർ ഇന്റർപ്രറ്റർ എന്താ? ഇവരെല്ലാവരും എന്താ? നമ്മളെ കമ്പ്യൂട്ടറിന് ആകെ അറിയാവുന്ന എന്താണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. നമ്മൾ ഈ സംസാരിക്കുന്നതും നമ്മൾ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഒക്കെ കമ്പ്യൂട്ടറിന് മനസ്സിലാവോ? ഇല്ല. കമ്പ്യൂട്ടറിന് ആകെ എന്താ അറിയാ? ഈ പറഞ്ഞ മെഷീൻ ലാംഗ്വേജ് 0ഉം 1ഉം മാത്രമാണ് അറിയാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മളെ ഭാഷയിലല്ലേ കമ്പ്യൂട്ടറിന്. സോ കമ്പ്യൂട്ടറിന് എന്തെല്ലാം ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്യണം. എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇന്റർപ്രറ്ററിനെ, കമ്പൈലറിനെ. ഓക്കെ. അതെന്താണ്? ഈ രണ്ടിന്റെ കമ്പാരിസൺ ആണ് ചോദിച്ചേക്കുന്നത്. ഇന്റർപ്രറ്റർ കൺവേർട്ട്സ് എ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. എന്താ? ലൈൻ ബൈ ലൈൻ. ഇവരെന്താ? നമ്മളൊരു വലിയൊരു C++ കൊടുത്തെന്ന് വിചാരിക്കും. ഈ ഇന്റർപ്രറ്റർ എന്ത് ചെയ്യും? അതിൽ ഓരോ ലൈൻ ആയിട്ട് എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്തിരിക്കും. അതാണ് എന്ത്? ഇന്റർപ്രറ്റർ. പക്ഷെ കമ്പൈലർ ആണെങ്കിലോ? കമ്പൈലർ ആണെങ്കിൽ എന്താ ചെയ്യാ? കൺവേർട്ട്സ് ദ ഓൾ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് അറ്റ് എ ടൈം. നമ്മളൊരു C++ പ്രോഗ്രാം കൊടുത്താൽ അത് അപ്പം തന്നെ മെഷീൻ ലാംഗ്വേജ് ആക്കി തരും. ആര്? കമ്പൈലർ. പക്ഷെ ഇന്റർപ്രറ്റർ ആണെങ്കിലോ ഓരോ ലൈനായിട്ട് കൺവേർട്ട് ചെയ്ത് തരും. പക്ഷെ നമ്മളെ കമ്പൈലർ ആണെങ്കിലോ ഒറ്റയടിക്ക് മൊത്തം കൺവേർട്ട് ചെയ്ത് തരും. അതാണ് അവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. പിന്നെന്താ? റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ. ഇതെന്താ? അതാണ് QR കോഡ്. നിങ്ങൾ എപ്പോഴും സ്കാൻ ചെയ്യാറില്ല QR കോഡ്? അതെന്ത്? QR കോഡ്. ഇതെന്താ? ബാർ കോഡ്. നിങ്ങൾ നോട്ട്ബുക്കിന്റെ ഒക്കെ ബാക്കിലൊക്കെ ഒരു സാധനം കാണാറില്ലേ? അതാണെന്ത്? ബാർ കോഡ്. ഈ QR കോഡും ബാർ കോഡിന്റെ ഡിഫറൻസ് എന്താ? QR കോഡ് 2 ഡയമെൻഷനിൽ ആണ്. പക്ഷെ ബാർ കോഡോ 1 ഡയമെൻഷനിലാണ്. QR കോഡിന്റെ നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. പിക്ചേഴ്സ്, ഫോൺ നമ്പേഴ്സ്, വെബ്സൈറ്റ്സ് എക്സെട്ര. പക്ഷെ നമ്മൾ ഈ ബാർ കോഡിന്റെ അകത്ത് ഓൺലി നമ്പേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഫ്രീവെയറും ഷെയർവെയറും തമ്മിലുള്ള ഡിഫറൻസ്. ഫ്രീവെയർ എന്ന് പറഞ്ഞാൽ എന്താ? പേര് പോലെ തന്നെ ഫ്രീ ആണ് കാര്യങ്ങളെല്ലാം. ഷെയർവെയർ ആണെങ്കിലോ കാശ് കൊടുക്കണം. അത്രയുള്ള ഡിഫറൻസ് നോക്കാം നമുക്ക്. കോപ്പിറൈറ്റഡ് സോഫ്റ്റ്വെയർ അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഫോർ ആൻ അൺലിമിറ്റഡ് പീരീഡ്. അതായത് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഫ്രീവെയർ നമുക്ക് എന്തോരം നാള് വേണമെങ്കിലും കാശൊന്നും കൊടുക്കാണ്ട് വെറുതെ യൂസ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് പറയാം? ഫ്രീവെയർ എന്ന് പറയാം. പക്ഷെ ഷെയർവെയർ ആണെങ്കിലോ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ഗിവ് എ യൂസർ എ ചാൻസ് ടു ട്രൈ ദ സോഫ്റ്റ്വെയർ ബിഫോർ ബൈയിങ് ഇറ്റ്. നമ്മളത് വാങ്ങണേന് മുന്നേ നമുക്കതെന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് തരും. എന്നിട്ട് എന്താണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കാശ് കൊടുത്ത് വാങ്ങണം. അതാണ് ഷെയർവെയർ. പക്ഷെ ഫ്രീവെയർ ആണെങ്കിലോ കാശൊന്നും കൊടുക്കണ്ട, കയറി വാങ്ങിയെടുക്കാൻ കിട്ടും. പക്ഷെ നമുക്ക് എന്താണ്? ഷെയർവെയർ ആണെങ്കിൽ എന്താണ്? ആദ്യം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരൊന്നൊരു ട്രയൽ യൂസ് തരും. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കാശ് കൊടുത്ത് വാങ്ങണം. ഫ്രീവെയറിലാണെങ്കിലോ ഓൾ ഫീച്ചേഴ്സ് ആർ ഫ്രീ. പേര് പോലെ തന്നെ ഫ്രീവെയർ. സോ എന്താണ്? എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്.
പക്ഷെ ഷെയർവെയറിലാണെങ്കിലോ ഓൾ ഫീച്ചേഴ്സ് ആർ നോട്ട് ഫ്രീ. ഷെയർവെയർ ആണല്ലേ, കാശ് കൊടുക്കണം. എല്ലാ ഫീച്ചേഴ്സ് വേണമെങ്കിൽ എന്താണ്, കാശ് കൊടുക്കണം. പിന്നെന്താണ്, ഫ്രീവെയർ പ്രോഗ്രാംസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീവെയറിലെ പ്രോഗ്രാംസ് ഒക്കെ എന്താണ്, നമുക്ക് കാശൊന്നും കൊടുക്കാണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ ഷെയർവെയറിലാണെങ്കിലോ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റൂല. ചില കമ്പനിക്കാർ അവരെന്തായി നമുക്കത് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്തോളാൻ പറയും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാൻ പറയും. പക്ഷെ ചിലരോ പറ്റൂല. അതാണ് ഷെയർവെയർ മേ ഓർ മേ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി. ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂല. അതാണ് എന്ത്, ഷെയർവെയർ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ്, ഫോർ ഫ്രീഡംസ് ഫോർ ഫ്രീവെയർ. ഫ്രീവെയറിന് തന്നിട്ടുള്ള 4 ഫ്രീഡംസ് ആണ് പറയാൻ പോണത്. ഫ്രീഡം 0, ഓക്കെ, എന്താ, ദ ഫ്രീഡം ടു റൺ ദ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. നമുക്ക് ഈ പ്രോഗ്രാമിന് നമ്മളെ പർപ്പസിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും റൺ ചെയ്യാൻ പറ്റുന്നത് 0, ഫ്രീഡം 0. ഇനി നെക്സ്റ്റ് എന്താണ്, ഫ്രീഡം 1, ദ ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ് ആൻഡ് അഡാപ്റ്റ് ടു യുവർ നീഡ്സ്. എങ്ങനെയാണ് നമ്മളെ പ്രോഗ്രാം വർക്ക് ചെയ്യണമെന്നും അത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നമുക്ക് എന്ത് പറയാം, ഫ്രീഡം 1. പിന്നെന്താണ്, ഫ്രീഡം 2, ദ ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോപ്പീസ് ഓഫ് ദ സോഫ്റ്റ്വെയർ. നമ്മൾ ഈ സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ കോപ്പീസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിനുള്ള ഫ്രീഡം ആര് തന്നിട്ടുണ്ട്, നമ്മളെ ഫ്രീവെയർ തന്നിട്ടുണ്ട്. ഫ്രീഡം 3 എന്താണ്, ദ ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം ആൻഡ് റിലീസ് ടു പബ്ലിക്. നമ്മൾ ഈ പ്രോഗ്രാമിനെ നമ്മൾ ആവശ്യത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ഇംപ്രൂവ്മെന്റ് ഒക്കെ ചെയ്ത് അത് പബ്ലിലോട്ട് റിലീസ് ചെയ്തു. അതാണ് എന്ത്, ഫ്രീഡം 3. ഫ്രീഡം 0 എന്ത് ചെയ്ത്, നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്തു, റൺ ചെയ്തു. ഫ്രീഡം 1 എന്താ, നമ്മൾ ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അത് പഠിച്ചു, അഡാപ്റ്റ് ടു യുവർ നീഡ്സ്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ നീഡ്സിനനുസരിച്ച് അത് എടുത്തു. ഫ്രീഡം 2 ദ ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോപ്പീസ് ഓഫ് ദ സോഫ്റ്റ്വെയർ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് കോപ്പീസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം അവർ തന്നു. പിന്നെന്താണ്, ഫ്രീഡം 3 ദ ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം ആൻഡ് റിലീസ് ടു പബ്ലിക്. നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഈ തന്ന ഫ്രീവെയറിന് നിങ്ങൾ ഇഷ്ടത്തിന് ഒന്ന് ഇംപ്രൂവ്മെന്റ് ഒക്കെ ചെയ്ത് എന്നിട്ട് പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യാനുള്ള ഫ്രീഡം ആര് തന്ന്, ഫ്രീവെയർ സോഫ്റ്റ്വെയർ തന്നു. അതാണ് എന്ത്, 4 ഫ്രീഡംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി. നമുക്ക് 2 ടൈപ്പ് മെമ്മറിയാണ് ഉള്ളത്. പ്രൈമറി മെമ്മറിയും ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈമറി മെമ്മറി എപ്പോഴും ടെമ്പററി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുക. പക്ഷെ സെക്കൻഡറി ആണെങ്കിലോ എല്ലാ കാര്യങ്ങളും പെർമനന്റ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. മെമ്മറി, ആദ്യം മെമ്മറി എന്താ, നമുക്ക് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അത് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ആരാ, ഈ മെമ്മറീനെ. ഓക്കെ, മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഡാറ്റയിലും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം എവിടെയാണ്, മെമ്മറിൻ്റെ അകത്താണ്. മെമ്മറി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. 2 ടൈപ്പ് മെമ്മറി ഉണ്ട്. ആരൊക്കെ, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിയും ഉണ്ട്, സെക്കൻഡറി മെമ്മറിയും ഉണ്ട്. എന്താ, പ്രൈമറി മെമ്മറി ഹോൾഡ്സ് ഡാറ്റ ആൻഡ് റിസൾട്ട് ടെമ്പററി. പ്രൈമറി മെമ്മറി എന്താ, എല്ലാ കാര്യങ്ങളും എന്താണ്, ടെമ്പററി ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ സെക്കൻഡറി ആണെങ്കിലോ, സെക്കൻഡറി ഓൺ ദ അതർ ഹാൻഡ് ഹോൾഡ്സ് ദ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ പെർമനന്റ്ലി. നമ്മൾ കൊടുക്കുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷനൊക്കെ പുള്ളി നമ്മൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മൊത്തം സൂക്ഷിച്ചോളും. ആര്, സെക്കൻഡറി മെമ്മറി. പിന്നെന്താ, പ്രൈമറി മെമ്മറി ഈസ് വോളറ്റൈൽ ആസ് ദ സെക്കൻഡറി മെമ്മറി ഈസ് നോൺ വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, പ്രൈമറി മെമ്മറി എന്താ, വോളറ്റൈൽ ആണ്. പുള്ളിനൊന്ന് റീബൂട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം കൊടുത്ത സ്റ്റോർ ചെയ്ത ഡാറ്റയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പോവും. എവിടാ, പ്രൈമറി മെമ്മറിയിൽ. പക്ഷെ സെക്കൻഡറി മെമ്മറിയിലാണെങ്കിലോ റീബൂട്ട് ചെയ്താലും നമ്മൾ പെർമനന്റ് ആയിട്ടല്ലേ സ്റ്റോർ ചെയ്തത്, സോ അത് അവിടെ തന്നെ ഉണ്ടാവും. അതാണെന്ത്, നോൺ വോളറ്റൈൽ. പ്രൈമറി മെമ്മറി എന്താ, വോളറ്റൈൽ. പക്ഷെ സെക്കൻഡറി മെമ്മറിയോ നോൺ വോളറ്റൈൽ. ഓക്കെ, ഇനി എന്താ, പ്രൈമറി മെമ്മറി. there are 3 types of primary memory. ആരൊക്കെയാ, റാം ഉണ്ട്, റോം ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട്. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി ആൻഡ് ക്യാഷ് മെമ്മറി. അതൊക്കെ ആരല്ല വരാ, പ്രൈമറി മെമ്മറിയിൽ. ഇനിയിപ്പോൾ സെക്കൻഡറി മെമ്മറി ആണെങ്കിലോ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്, ഒപ്റ്റിക്കൽ ഡിവൈസസ്, അതൊക്കെ പഠിച്ചില്ലേ. അതാണെന്ത്, സെക്കൻഡറി മെമ്മറിയുടെ എക്സാമ്പിൾസ്. ഇതെന്താ, പ്രൈമറി മെമ്മറിയിലെ എക്സാമ്പിൾസ്. ഈ റാമിന്റെ റോമിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും പഠിക്കാറുള്ളൂ. ഇത്രയൊക്കെയാണ് ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. എക്സാം ഒക്കെ എല്ലാവരും നന്നായിട്ട് എഴുതാം. ഓക്കെ, താങ്ക് യു.